നമ്മളൊന്നും ഒരാളെ കാണാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരാളാണ്. നമ്മളപ്പോൾ സിനാനും അച്ചുണ്ട്. ഒരു രണ്ടാളും കാത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വരട്ടെ, എന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ആളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ആളാണ് കേട്ടോ. അത്രയും ഉറപ്പുള്ള ഒരാളാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആള്. എല്ലാവർക്കും മനസ്സിലായില്ല ആരാന്ന്. ഞങ്ങൾ രണ്ടാളും പണ്ട് തൊട്ടുള്ള പരിചയട്ടോ. നമ്മൾ പണ്ട് പ്രാവിനൊക്കെ വളർത്തിയായിരുന്നു. അപ്പോൾ ഫുള്ള് ഫാറൂഖാക്കിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ എടുത്താറുന്നത്. നമ്മൾ രാവിലെ തന്നെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ മീനുകൾക്കും കോഴികൾക്കും തീറ്റൊന്നും കൊടുത്താറുന്നില്ല ആൾ. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ എത്തിയത്. കോഴികൾക്ക് ഫുള്ള് ഗോതമ്പിനെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഗോതമ്പ് കൊണ്ട് കൂടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ബഹളം തന്നെ കേട്ടോ. ഭയങ്കര ഒച്ചയും വിളി കേട്ടോ. കോഴികളുടെയും പ്രാവിന്റെ എല്ലാതിന്റെയും. പ്രാവിനൊക്കെ തീറ്റ കൊടുക്കണമാരായിട്ട് നമ്മൾ കോഴിക്കുട്ടികൾക്ക് തീറ്റ കൊടുത്തായിരുന്നു. കയ്യിൽ വെറുതെ ഗോതമ്പ് വെച്ചത് അവർ ചാടി കയറിയിട്ടോ കഴിച്ചാറ് കേട്ടോ. അത്രയ്ക്ക് അണക്കാട്ടോ. പേടിയൊന്നും ഇല്ല തന്നെ. ഒരു പരിചയമില്ലാത്ത നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഗോതമ്പ് കഴിച്ചാർന്നത്. അപ്പൊ തന്നെ അതിന്റെ അണക്കം മനസ്സിലാക്കാം. നമ്മൾ കുറെ ഇട്ടോ പ്രാവിന്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അവിടെ പോയിട്ട് കുറെ പ്രാവുകളെ കണ്ടപ്പോൾ ശരിക്കും ഒന്നുപാടെ തുടങ്ങിയാലോ നേരെ തോന്നിട്ടോ. കാരണം അവരുത്തുള്ള താല്പര്യം പിന്നെ വന്ന മാതിരി ഒരു തോന്നി. പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമാട്ടോ. വളർത്തി വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതേപോലത്തെ ഒരു സംഭവം തന്നെ കേട്ടോ ഇത് മോൺസ്റ്റർ ഫിഷ്. ഇതിനെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെയാണ്. കാരണം അവർക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡൊന്നും പറ്റുന്നില്ല. ലൈഫ് ഫീഡ് വേണ്ടി വരും. അല്ലാത്തപ്പോൾ നോൺ വെജ് ആയിട്ട് എന്തായാലും വേണ്ടി കേട്ടോ. പെല്ലറ്റ് ഫുഡൊന്നും കഴിക്കാത്ത മീനുകളായതുകൊണ്ട് വളർത്തിയെടുക്കാൻ നല്ല പണി തന്നെയാണ്. ഇതിപ്പോ അലിഗേറ്റർക്കാരാണ് കേട്ടോ. ഫാറൂഖാക്ക് പറഞ്ഞപ്പോൾ നല്ല അഗ്രസീവാണ് കേട്ടോ. പക്ഷെ പ്രാവുകളൊക്കെ വന്ന് ഈ വെള്ളത്തിലിരുന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒന്നും ആളൊന്നും കാട്ടില്ല അത്ര. പക്ഷെ നമ്മൾ കൈയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആളിങ്ങനെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇതൊക്കെ ഉള്ള റൂം പോലത്തെ സെറ്റപ്പിന്റെ ഉള്ളിലാട്ടോ. അതിലാണ് നമ്മൾ ഫാറൂഖാക്കിന്റെ ഫോട്ടോ വരച്ചു. ആ മയിൽക്കുട്ടികളെ പിടിച്ചിട്ടുള്ള ഫോട്ടോ കേട്ടോ ചിത്രമായിട്ട് വരച്ചു. അടിപൊളിയായിട്ട് നല്ല പെർഫെക്ഷനിൽ വരച്ചു കേട്ടോ. ഈ ചിത്രം വരച്ചത് ആരാ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് ഞാൻ. എനിക്ക് പണ്ടേ സംശയങ്ങൾ കുറച്ച് കൂടുതലാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് കുറെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ തിരയണമൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഉള്ളിൽ. എന്തെങ്കിലും കിട്ടിയോന്ന് അറിയില്ല. പിന്നെ നമ്മൾ നേരെ കയറിട്ടോ ആളെ തൊടിക്ക്. തൊടി പറഞ്ഞു കഴിഞ്ഞാൽ വളപ്പ്, അതേമാതിരി പറമ്പ് എന്നൊക്കെ പറയും. നമ്മളെ തൊടീന്ന് അറിയാം. ഈ തൊടിയാണ് കേട്ടോ കവുങ്ങ് പോലെ നീണ്ടുപോയ പ്ലാവുള്ള തൊടി. നമ്മളാ പ്ലാവിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പ്ലാവ്. ഇപ്പോഴും ചക്കൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് പഴഞ്ചക്കയാണ് കേട്ടോ ആള് പറഞ്ഞത്. പഴഞ്ചക്ക കുറച്ചക്ക ആ സാധനമാണെന്ന് ആള് പറഞ്ഞത്. നമ്മളേതായാലും വന്നതല്ലേ, കുറച്ച് തേനൊക്കെ കുടിച്ചിട്ട് പോവാ കരുതിട്ടോ. അപ്പൊ വെറുതെ ഒന്ന് തേനീച്ചക്കൂടൊക്കെ തുറന്നു നോക്കി. ഈ ടൈമിൽ തേനീച്ചക്കൂട് തുറന്നാൽ നല്ല കുത്ത് കിട്ടുന്ന ഫാറൂഖാക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. എന്നാലും ആള് റിസ്ക് എടുത്തൊന്ന് തുറന്നതാണ്. ഈ പെട്ടി 2 ലെയറായിട്ടാണ് കേട്ടോ. തേനീച്ചോള് കൂട് പണിത് ആ ലെയർ 2 ഒട്ടിയാണ് കേട്ടോ. അപ്പോൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെ വെച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആൾ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങോട്ട് വരണ്ട, അവിടെ നാദ്യം. പെട്ടിയുടെ ഉള്ളിലും ഫ്രെയിമുകൾ തമ്മിൽ ഒട്ടിയിട്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എടുക്കാൻ പിന്നെയും കുറച്ചും കൂടെ പണിപ്പെട്ടു. അവസാനം കഷ്ടപ്പെട്ടൊരു ഫ്രെയിം കയ്യിലെടുത്തു കേട്ടോ. അതിൽ തേനീച്ചോള് തേനൊക്കെ നിറച്ചിട്ട് അതിങ്ങനെ അടച്ചേക്കോട്ടോ. അതിനെ അടച്ചേക്കാണ്. തേനീച്ചോളെ കുലുക്കി കളഞ്ഞ് തേനെടുക്കാനുള്ള കുറച്ച് പരിപാടിയിലാട്ടോ. നമുക്ക് തേനീച്ചടത്തുനിന്ന് കുത്ത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മളതിനെ കൂടിന്റെ അടുത്തേക്ക് ആള് കൊണ്ടുപോകാം. അങ്ങനെ കുടഞ്ഞതിന് ശേഷം ഒരു കുത്ത് കിട്ടി കരുതിട്ടോ. പക്ഷെ കുത്ത് കിട്ടിയില്ല. ജസ്റ്റ് കുത്താൻ നോക്കിയിട്ട് പിന്നെ ആള് പോയ ആളാണോ അതോ വേറെ ആളാണോ എന്ന് അറിയില്ല കേട്ടോ. വേറെ തേനീച്ചയായിട്ട് ഒരു കുത്ത് തന്നു. തേനീച്ചകൾ തീരെ സഹകരണം പോരാത്തത് കൊണ്ട് നമ്മൾ തേനെടുക്കാന്നുള്ള കാര്യം വേണ്ടാന്നാണ്ട് വെച്ചു കേട്ടോ. ഇതാട്ടോ കുത്തിട്ടിയ ഭാഗം ഒരു തണർപ്പും അതിനെ പോകുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വീർത്ത് വരും ചെയ്യട്ടോ. ചില ഭാഗങ്ങൾ നല്ലോണം വീർത്ത് വരും, ചില ഭാഗങ്ങളിൽ അങ്ങനെ വീർക്കില്ല കേട്ടോ. പക്ഷെ ഈ തേനീച്ച കുത്തിച്ചിട്ട് നമുക്ക് വേറെ ഒരു പ്രശ്നവും വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അത് 2 ദിവസം കൊണ്ടൊക്കെ മാറും ചെയ്യട്ടോ. പിന്നെ നമ്മുടെ വാല് മുറിഞ്ഞ വരാലിന്റെ കുട്ടി അക്കൂരത്തിൽ കിടക്കണ്ടാണ് കേട്ടോ. ഈ പാത്രത്തിൽ കരുതല കേട്ടോ. കരുതല്, നാടൻ മൊയ്യ്, നാടൻ മുഷി, അതേമാതിരി കാക്ക പറച്ചി, കാക്കറാട്ടി എന്നൊക്കെ കേട്ടോ. ഈ ഫൈറ്ററിന്റെ ലുക്കാണ് മീനിനെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ എന്തെങ്കിലും ഫോട്ടോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. നമ്മള് ജസ്റ്റ് ആള് കൈകൊണ്ട് ഒരു മൊയ്ക്കുട്ടീനെ നടത്താട്ടോ. കണ്ടോ നല്ല രസമല്ല കാണാൻ. ഇതാണ് കേട്ടോ നമ്മളോട് കൊയ്ത്ത പറഞ്ഞ മീൻ. അതിനെ പിടിച്ചാൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അതിനൊന്ന് പിടിക്കാൻ ശ്രമിച്ചാട്ടോ. കിട്ടിയില്ല സാധനത്തിന്. നല്ല വഴുതി പോണ മീനാട്ടോ. ഈ ആരലിന്റെ ഒക്കെ ചെറിയൊരു വേർഷൻ പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഒരിക്കലും ആരലായിട്ട് വന്നു. ഇത് പിന്നെ വെറൈറ്റി സാധനം കേട്ടോ. ഇത് അങ്ങനെ ആരും വളർത്തിയിട്ടുണ്ടാവും ഒരു ചാൻസ് ഇല്ലാത്തൊരു മീനാണ്. വേറൊന്നുമല്ല, മഞ്ഞിലിട്ടോ. നമ്മളവിടെ മഞ്ഞിൽ അറിയും, ചിലവര് നെടുമീൻ എന്നൊക്കെ പറയും. അതിന്റെ കുട്ടിയാണല്ലോ. അതിന് എന്താ തിന്നാൻ കൊടുക്കാന്ന് നമുക്കറിയാം. നമ്മള് ചോദിച്ചതുമില്ല. എന്തായാലും നല്ല രസമല്ല കാണാൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫാറൂഖാക്കിന്റെ സംഭവം കേട്ടോ. ഇതും കാണാനുണ്ട്. അവന് മൂർക്കംകുളത്തേക്കാണ് പോകാണ്ട് നമുക്ക്. അപ്പൊ നമ്മളിനി ഫേമസ് ആയ മൂർക്കംകുളത്തേക്ക് പോകാട്ടോ. ഇതാട്ടോ നമ്മുടെ മൂർക്കംകുളം. ഫുള്ള് പച്ചപ്പാറൊക്കെ. മൂർക്കംകുളത്തിലാകെ പായലും പൂപ്പലൊക്കെ കയറി ഫുള്ളൊരു കാട് മാതിരിയാണ് കേട്ടോ. ഒരു സത്യം പറഞ്ഞപ്പോൾ ഒരു കുളം ഉണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് കേട്ടോ. പക്ഷെ നീല വെള്ളമാണ് കേട്ടോ. അതിലാണെങ്കിൽ കുറെ പരൽ മീനുകളും ഉണ്ട്. ഞങ്ങൾ പരലിനെ തുപ്പൽ തീറ്റയായിട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഒരു തുപ്പൽ തുപ്പി കഴിഞ്ഞാൽ കുറെ എണ്ണം വന്ന് ഇങ്ങനെ കൂടുന്നുണ്ട്. അത്രയും പരലുകളുണ്ട് ഇതില്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അന്നദാനം. ഒരു തുപ്പൽ കൊടുത്താണ് ഇത്രയും പരല് വന്ന് കൂടി. കുളത്തുനിന്ന് പാടത്തേക്കുള്ള ഒരു വഴി കേട്ടത്. അതുകൊണ്ടാവും ചിലപ്പോൾ ഇത്രയും ചെറിയ മീനുകൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. നല്ല നീല കളർ വെള്ളം. ഇതിൽ എത്രത്തോളം കാണാൻ രസമുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമാട്ടോ. നമ്മൾ തിരിച്ചു വരുന്ന വഴി വലിയൊരു പാമ്പിന്റെ വള അടക്കുന്നത്. നല്ല നീളമുള്ള വളർന്നു കേട്ടോ. വള പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിന്റെ തൊലി ഊരണ ഒരു പരിപാടി ഉണ്ട്. അതിനാട്ടോ ഇവിടെ വളാന്ന് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.